നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലെങ്കിലും സന്തോഷമുള്ള സമയത്തും സങ്കടമുള്ള സമയത്തും എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും നമുക്കതിനൊരു സംതൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം 100% കിട്ടുന്നുണ്ട്. ഗണപതി ഹോമത്തിൽ ഇരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മഹാഗണപതി നേരിട്ട് വന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു അമ്പലമാണ്. മിക്കവാറും ഞാൻ അവിടെ വരാറുണ്ട്. വന്ന് തൊഴുതു മടങ്ങുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറയുന്നത് അത് പറയാൻ പറ്റുന്നതിനേക്കാൾ അതീതമാണ്. കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെയാണ്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിനടുത്തുള്ള കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ചതുര ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരുളുന്ന വലംപിരിയോട് കൂടിയ, അതായത് സിദ്ധിവിനായകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റു ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ സിദ്ധിവിനായകനായ മഹാഗണപതിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ എത്രയും പെട്ടെന്ന് ഭക്തരുടെ ആഗ്രഹങ്ങൾ ഉടൻ സാധ്യമാകും എന്നുള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ഈ കൂവപ്പടി മഹാഗണപതിയെ ദർശനം ചെയ്യുവാനായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിനകത്ത് ശ്രീധർമ്മശാസ്താവിനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു തറയിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വിഷ്ണുദുർഗയുടെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലായുള്ള ആൽത്തറയിൽ നാഗങ്ങളെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇത്രയുമാണ് കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ഇമാഞ്ചലദാഗം സംഗ്രഹണാനീതി ദ്വാദശരത്നാരചന ഭവതി ദ്വാദശമാസാഃ സംവത്സരഃ സംവത്സരമേവാവരുന്ധേ മുഞ്ചി ഭവതി ഊർജൈമുച്യാഃ ഊർജമേവാവരുന്ധേ ചിത്രാനക്ഷത്രം ഭവതി ചിത്രം വാ ഏതത് കർമ്മ യദശ്വമേധഃ സമൃദ്ധി ശ്രീവർച്ചസ്വമായുഷേ ആരോഗ്യമാവിധ ശോഭമാനം മഹീയസേ ധാന്യം ധനം പശു ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായോ മഹാഗണപതി അനുഗ്രഹ പ്രസാദ സിദ്ധിരസ്തു ഉത്തരോത്തരം അഭിവൃദ്ധിരസ്തു. കൂവപ്പടി ശ്രീ മഹാഗണപതി വലംപിരിയായ, അതായത് സിദ്ധിവിനായകനായതിനാൽ ഈ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. അതുമാത്രമല്ല, ഈ ഭഗവാൻ നിവേദ്യപ്രിയനുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഈ മഹാഗണപതി ഭഗവാന് അപ്പം, മോദകം, അവൽ, മലർ, ശർക്കര, തേങ്ങ മുതലായവ വഴിപാടായി സമർപ്പിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അപ്പം മൂടൽ വഴിപാട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടാണ് ഭക്തജനങ്ങൾ ഭഗവാന് ഈ വഴിപാട് സമർപ്പിച്ചു വരുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ഗണാനാം ത്വാ ഗണപതിഗം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്ണന്നോതിഭിः സീതസാദനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. സാധാരണ മഹാഗണപതി എല്ലാ അമ്പലങ്ങളിലും ഇടത്തോട്ട് തുമ്പിക്കൈ തിരിഞ്ഞ ഇടംപിരിയോട് കൂടിയുള്ള ഗണപതിയായിരിക്കും. എന്നാൽ വിശേഷപ്പെട്ടത് കൂവപ്പടി മഹാഗണപതി വലംപിരിയോട് കൂടിയുള്ളതും പടിഞ്ഞാറോട്ട് ദൃഷ്ടിയുള്ളതും മുന്നിൽ വലിയ ജലാശയമുള്ള ഒരു അമ്പലമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മഹാഗണപതിക്ക് കൂടുതൽ ശക്തി ഗണപതിയായിട്ടും നമ്മൾ കണക്കാക്കുന്നു. പല കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളും നടത്തുവാനായി നാളികേരം മുടയ്ക്കൽ, പുഷ്പാഞ്ജലികൾ, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ,
കർഗാർച്ചന, മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നെയ്യപ്പം, മോദകം, നെയ്യപ്പത്തോടു കൂടിയുള്ള ഉദയാസ്തമന പൂജ, അപ്പമൂടൽ എന്നീ വിശേഷമായ വഴിപാടുകൾ കൂപ്പടി മഹാഗണപതിക്ക് നടത്തി വരുന്നു. ഓരോന്നിനും ഓരോ രീതിയിലുമുള്ള ഫലസിദ്ധിയുണ്ട്. മഹാഗണപതി ഹോമത്തിന് എല്ലാ വിഘ്നങ്ങളും മാറുവാനായിട്ട് മഹാഗണപതി ഹോമവും ബാക്കിയുള്ള നാരങ്ങമാല ചാർത്തൽ അല്ലെങ്കിൽ മറ്റുള്ള നെയ്യപ്പം, മോദകം ഇതെല്ലാം കാര്യസാധനത്തിനും മഹാഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തുന്നതാണ്. എല്ലാ തടസ്സങ്ങളും മാറുവാനായിട്ട് ഓരോന്നും ആരോഗ്യമായിട്ടും വ്യാപാരമായിട്ടും ധനാഭിവൃദ്ധിക്കുമെല്ലാമായിട്ട് ആ മഹാഗണപതി ഹോമമായിട്ട് വിശേഷാലുള്ളത് സങ്കടഹര ചതുർത്ഥി മാസത്തിൽ വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ആദിത്യ ചതുർത്ഥി ദിവസം വൈകുന്നേരം മഹാഗണപതിക്ക് പ്രത്യേകമായി അഭിഷേകങ്ങളും പൂജകളും നടത്തി അലങ്കാരം ദീപാരാധനയോടുകൂടി വിശിഷ്ടമായി നടത്തുന്നു. അന്ന് എല്ലാ ഭക്തജനങ്ങളും സങ്കടത്തെ ഹനിക്കുവാനുള്ളൊരു പൂജയായിട്ടാണ് മഹാഗണപതിക്ക് അത്രത്തോളം വിശേഷപ്പെട്ട ദിവസമാണ് ചതുർത്ഥി നാൾ. തമിഴ് ആഗമ സിദ്ധാന്തം അനുസരിച്ചാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. മറ്റുള്ള താന്ത്രിക വിദ്യകളുള്ള പൂജകളല്ല. നമ്മൾ തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള വൈദിക വൃത്തികളുള്ള പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സിദ്ധിവിനായകനായ ഗണപതി ഭഗവാൻ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം പറയാം. ഉദ്ദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ചെറിയൊരു ഗ്രാമമായിരുന്നു. അന്ന് ഈ ഗ്രാമം ഭരിച്ചിരുന്നത് കുവേലിക്കണ്ണൻ രാമൻകർത്ത എന്ന ഒരു നാടുവാഴിയായിരുന്നു. അന്ന് ഈ പ്രദേശത്ത് ക്ഷേത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹവും കുടുംബവും ക്ഷേത്ര ദർശനത്തിനായി പോയിരുന്നത് ഐമുറി ശിവക്ഷേത്രത്തിലായിരുന്നു. അന്ന് ഈ ശിവക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല പന്നിക്കുഴി കോട്ടയിൽ കർത്ത എന്ന നാടുവാഴിക്കായിരുന്നു. അങ്ങനെ കുവേലി രാമൻകർത്ത ഐമുറി ശിവക്ഷേത്രത്തിൽ നിത്യേന ദർശനം നടത്തി വന്നു. പിന്നീട് എന്തോ വ്യക്തിപരമായ കാരണത്താൽ അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനം ബുദ്ധിമുട്ടായി തീർന്നു. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ക്ഷേത്ര ദർശനം നടത്തിയില്ല. എന്നിരുന്നാലും അദ്ദേഹം നിത്യേന ശിവക്ഷേത്രത്തിലെ പ്രസാദവും മറ്റും സ്വീകരിച്ചുകൊണ്ടിരുന്നു. അതിനായി അദ്ദേഹം പാലക്കാട് നിന്നും രാമൻ ഭട്ടർ എന്ന ഒരു ബ്രാഹ്മണ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നീട് ആ കുട്ടിയാണ് അദ്ദേഹത്തിന് ശിവക്ഷേത്രത്തിൽ നിന്നും പ്രസാദം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുട്ടിയായ രാമൻ ഭട്ടർ ഐമുറി ശിവക്ഷേത്രത്തിലെത്തി പ്രസാദവും മറ്റും വാങ്ങി നാടുവാഴിയായ കണ്ണൻ രാമൻ കർത്തയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ കുട്ടിയായ രാമൻ ഭട്ടർ കാലക്രമേണ നാടുവാഴിയുടെ വിശ്വസ്തനായി മാറി. പിന്നീട് രാമൻ ഭട്ടർക്ക് വിവാഹപ്രായമായപ്പോൾ നാടുവാഴി ഈ ഗ്രാമത്തിൽ ഒരു വീട് പണിത് ആ വീടിന് കുവേലിമഠം എന്ന് നാമകരണം ചെയ്ത് ആ വീട് രാമൻ ഭട്ടർക്ക് നൽകി. അതോടുകൂടി രാമൻ ഭട്ടർ പാലക്കാട് നിന്നും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും മറ്റു ബന്ധുക്കളെയും ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കാലക്രമേണ ഈ ഗ്രാമം കുവേലിമഠം എന്നറിയപ്പെടുകയും ചെയ്തു. ആ കുവേലിമഠമാണ് പിന്നീട് കൂവപ്പടി എന്ന ഗ്രാമമായി മാറിയത്. പിന്നീട് നാടുവാഴിയായ കണ്ണൻ രാമൻകർത്ത ചില കുടുംബ പ്രശ്നങ്ങളാൽ ഇവിടെ നിന്നും പോയി മറ്റെവിടെയോ താമസമുറപ്പിച്ചു. അപ്പോഴേക്കും ഈ കൂവപ്പടി ഗ്രാമം ബ്രാഹ്മണരാൽ നിറഞ്ഞിരുന്നു. ആ ബ്രാഹ്മണ സമൂഹത്തിന് ആരാധിക്കുവാനായി ഒരു ക്ഷേത്രം ആവശ്യമാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവർ പാലക്കാട് നിന്നും വളരെ ചൈതന്യമുള്ള സിദ്ധിവിനായക വിഗ്രഹം 1843 നമ്മളിപ്പോൾ കാണുന്ന ഈ ആൽമരത്തറയിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി വന്നു. പിന്നീട് 1851 ഒരു ശ്രീകോവിൽ പണിത് സിദ്ധിവിനായകനായ ക്ഷിപ്രപ്രസാദിയായ ഈ മഹാഗണപതിയെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം. ഇന്ന് ഈ കൂവപ്പടി ഗണപതി ക്ഷേത്ര ദർശനത്തിനായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു.
മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെയാണ്. വലംപിരി ആയിട്ടുള്ള ഗണപതിയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ അയ്യപ്പനും അതേപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഗണപതി ഹോമം കഴിക്കുന്നവർ, പ്രധാനമായിട്ട് കാര്യസിദ്ധി ഗണപതി ഹോമം കഴിക്കുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു വരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. വളരെ ഭക്തിപൂർവ്വമായിട്ട് ആളുകൾ ഇവിടെ ഗണപതി ഹോമത്തിനും മറ്റു പൂജകൾക്കുമായിട്ട് ഇവിടെ എത്താറുണ്ട്. എല്ലാവർക്കും ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുക്കുന്ന ശ്രീ ഗണപതിയാണ് ഇവിടെയുള്ളത്. ഓം മഹാഗണപതി നമ. ഞാനിവിടെ കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ദർശനത്തിന് വരുന്നത്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയുടെ മഞ്ചേരിക്ക് അടുത്തുള്ള ചാരങ്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. പറഞ്ഞ് കേട്ട ഒരു അറിവ് മാത്രമേ ഈ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ദർശനം നടത്തിയപ്പോൾ സാധാരണ മഹാഗണപതി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വിഘ്നത്തിനും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മറികടക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഉപാസിക്കുന്ന ഒരു ഈശ്വരനാണ്. അപ്പോൾ പ്രത്യക്ഷ ഗണപതി ഇന്നിവിടെ നടന്ന മഹാഗണപതി ഹോമത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഗണപതി ഹോമത്തിൽ ഇരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മഹാഗണപതി നേരിട്ട് വന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. സാധാരണ ഗണപതി ഹോമങ്ങളിലൊക്കെ പ്രത്യക്ഷ മഹാഗണപതിയായിട്ട് നമ്മൾ ആനയൊക്കെ ഇരുത്തി മഹാഗണപതി ഹോമമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് വലിയ മഹാക്ഷേത്രങ്ങളിലൊക്കെ. പക്ഷേ ഈ ഒരു ചെറിയ ഒരു ക്ഷേത്ര സന്നിധിയിൽ വന്നപ്പോൾ ആ ഒരു അനുഭൂതി, നേരിട്ട് മഹാഗണപതി നമുക്കൊരു അനുഗ്രഹം തന്നതായിട്ടുള്ള ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെട്ടു. ക്ഷേത്രങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ ഏതാണോ ആ ഒരു ഈശ്വരൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ എത്തിപ്പെടാൻ, ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം മഹാഗണപതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് സാധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഗണപതി ഹോമം, കാര്യസിദ്ധി ഗണപതി ഹോമം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ളതും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് 2 years ഞാൻ ഇവിടെ വന്ന് തൊഴാറുള്ളതുമാണ്. ഫോർ എന്താ പറയുക, അവിടുത്തെ ഗണപതി ഭഗവാന് ഭയങ്കര ശക്തിയും കാര്യങ്ങളും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആംബിയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഭയങ്കര പീസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലീഫായി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എനിക്കിപ്പോൾ ഒരു 3 വർഷം മുമ്പ് ചെറിയ സ്ട്രോക്ക് വന്നതാണ്. ഈ ഒരു വശം തളർന്ന് എനിക്ക് എണീക്കാൻ പറ്റാത്ത സ്റ്റേജ് വന്നതാണ്. ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ഇപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് സ്ട്രോക്ക് വന്നു എന്നുള്ള രീതിയിൽ ഇപ്പം ഇല്ല. ആ ഒരു ദൈവം എൻ്റെ അസുഖം മാറ്റി രീതിയിൽ ഇപ്പം എനിക്കൊരു ജോലി ചെയ്യാനുള്ള പരുവത്തിലാക്കിയത്. ഇവിടുത്തെ ഗണപതി ഹോമത്തിൻ്റെയും കാര്യസിദ്ധി ഗണപതി ഹോമത്തിൻ്റെയും വഴിപാട് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ എടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഇപ്പോൾ 3 വർഷത്തോളമായി ഞാൻ ഈ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ സ്ട്രോക്ക് വന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുന്നില്ല. എന്ത് കാര്യം വിചാരിച്ചാൽ ഈ അസുഖം വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓട്ടോമൊബൈൽ പരീക്ഷ പാസ്സായി. ഇപ്പോൾ അതും ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ നിലനിൽക്കുന്നത്. കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ നടയിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മുത്തശ്ശിയുടെ കൂടെയും അമ്മയുടെ കൂടെയും സ്ഥിരം വരുന്നൊരു അമ്പലമാണ്. കേരളത്തിലൊരു അപൂർവ അമ്പലങ്ങളിൽ ഒരു അമ്പലം കൂടിയാണ്. ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്നത് മിക്കവാറും മനസ്സിനൊരു സമാധാനവും ഒരു പോസിറ്റിവിറ്റിയും എപ്പം വന്നാലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിക്കവാറും എൻ്റെ കുടുംബമായിട്ട് വന്ന് ഞാൻ മഹാഗണപതി ഹോമത്തിലും പങ്കെടുക്കാറുണ്ട്. പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് അതീതമാണ്. എനിക്ക് വളരെ നമ്മൾ കരകയറില്ല എന്ന് കരുതുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ ബിസിനസ് പരമായിട്ടും മറ്റുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ വന്ന് മുട്ടിപ്പായിട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് പോണ ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് തെന്നി മാറി പോകുന്നു വരുന്ന സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അതേപോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലായിട്ട് ഈ അമ്പലത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. എൻ്റെ 5 വയസ്സ് തൊട്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നതാണ്. പണ്ടൊക്കെ വന്നിരുന്നത് കേവലം ഇവിടുത്തെ അപ്പം അത്ര രുചികരമാണ്. കാരണം നെയ്യിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. ആ അപ്പം കഴിക്കാൻ വേണ്ടി മാത്രം വന്നുകൊണ്ടിരുന്ന ഞാൻ ഇവിടുത്തെ ഒരു ഭക്തനായി. എന്ത് കാര്യം വിചാരിച്ചാലും ഈ മഹാഗണപതിയുടെ മുമ്പിൽ വന്ന് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നടക്കും. അതുപോലെ തന്നെ പണ്ട് തൊട്ട് ഇന്ന് വരെ വിജയദശമി നാളിൽ 10 ദിവസം ഇവിടെ വിശേഷാൽ പൂജകളും
വിവിധ തരം പലഹാരങ്ങളും വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊടുക്കും. ഈ നേദിച്ച പലഹാരങ്ങൾ സങ്കടഹര ചതുർത്ഥിക്ക് ഇവിടെ ഏകദേശം എല്ലാ മാസവും 500-ലധികം ആളുകൾ പങ്കെടുക്കാറുണ്ട്. ഈ നാടിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ഒത്തിരി ദൂരെ നിന്ന് വരെ. കാരണം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു മഹാഗണപതി ക്ഷേത്രം ഈ എറണാകുളം ജില്ലയിലോ ഈ പരിസരത്ത് എങ്ങുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ കുളം എന്ന് പറഞ്ഞാൽ കുളത്തിൽ കുളിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്, കുളിച്ച് തൊഴുതു പോകാൻ വേണ്ടി. കാരണം അത്രയ്ക്കും പവിത്രമാണ് ഗണപതി അമ്പലത്തിൻ്റെ കുളം എന്നുള്ളതാണ്. അതുപോലെ ഇവിടുത്തെ പ്രസാദ ഊട്ട് ഇപ്പോഴും പല അമ്പലങ്ങളിലും ബൊഫേ സിസ്റ്റം ആയെങ്കിലും ഇവിടെ ഇപ്പോഴും എല്ലാ ഭക്തജനങ്ങൾക്കും ഇലയിട്ട് വിളമ്പി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ അമ്പലത്തിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെ തേങ്ങ അകത്ത് നേദിക്കലും പുറമെ അടിക്കലും വിവിധ വഴിപാടാണ്. അതുപോലെ തന്നെ കറുക മാല ചാർത്തുക, നാരങ്ങമാല ചാർത്തുക, കറുകനാരങ്ങമാല ചാർത്തുക, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്, ഭക്തജനങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഇനി കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ ആഴ്ചയിലെയും ചൊവ്വ വെള്ളി ദിവസങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഇവിടെ ആചരിച്ചു വരുന്നു. കൂടാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി വരുന്നു. കൂടാതെ എല്ലാ മലയാള മാസത്തിലെയും 1-ാം തീയതി, വിനായക ചതുർത്ഥി, പ്രതിഷ്ഠാ ദിനം, വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം എന്നിവ ഈ ക്ഷേത്രത്തിൽ വിപുലമായി ആചരിച്ചു വരുന്നു. കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ എല്ലാ വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി നാളിൽ സങ്കടഹര ചതുർത്ഥിയായിട്ട് ഇവിടെ എല്ലാവിധ അഭിഷേകത്തോടു കൂടി വൈകുന്നേരം 6 മണിക്ക് പൂജ ആരംഭിച്ച് 7:15 മണിയോടുകൂടി ദീപാരാധനയോടുകൂടി പരിസമാപിക്കുന്നു. ഈ സങ്കടഹര ചതുർത്ഥി ദിവസങ്ങളിൽ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവിധ ദുഃഖ ദുരിത നിവാരണ ശക്തികൾക്കും പ്രായോജിതമാണ്. കൂടാതെ എല്ലാവിധ ഈ സങ്കടഹര ചതുർത്ഥി ദിവസങ്ങളിൽ വൈകുന്നേരം ഇവിടെ 7:30 മണി മുതൽ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ പ്രതിഷ്ഠാ ദിനം ഈ വർഷം വരുന്ന ഏപ്രിൽ മാസം 29-ാം തീയതി പൂർവാധികം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ ചണ്ഡികാ ഹോമം ആദ്യമായിട്ട് ഇവിടെ നടത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചണ്ഡികാ ഹോമം നടത്തുന്നത്. ചണ്ഡികാ ഹോമത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ സർവ്വ ഐശ്വര്യ അഭിവൃദ്ധികളും കൂടാതെ സൽസന്താന സൗഭാഗ്യം, വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ വിവാഹങ്ങൾ നടക്കാൻ, സ്വത്ത് സമ്പാദ്യത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പരിഗണിക്കുക ഇത്യാദി കാര്യങ്ങളാണ് ഉള്ളത്. 2026 ഏപ്രിൽ മാസം 29-ാം തീയതി പ്രതിഷ്ഠാദിനം അറ്റവും പൂർവാധികം ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു. ഇന്ന് കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഒരു ഓഡിറ്റോറിയം, വലിയൊരു സ്റ്റേജും. അത് ഈയിടെ 2018 എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതിയ എൻട്രൻസ്, പഴയത് മാറ്റി പുതിയ എൻട്രൻസ് ഇവിടെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു വലിയൊരു ഗസ്റ്റ് ഹൗസും അതിൽ സൗകര്യമായിട്ട് 18 മുറികളും താഴെ ഒരു ഡൈനിങ് ഏരിയ, അതേമാതിരി തന്നെ കിച്ചനും അതിലുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് വന്ന് താമസ സൗകര്യം ഒരുക്കി അതിൽ കുളിച്ച് തൊഴുവാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ ഗസ്റ്റ് ഹൗസ് പണിതിരിക്കുന്നത്. അതും കൂടുതൽ വലിയ ഹോട്ടൽ ചാർജ് ചെയ്യുന്ന മാതിരിയുള്ളതല്ലാതെ ഒരു സാമാന്യ രീതിയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വന്ന് താമസിച്ച് തൊഴുവാനുള്ള സൗകര്യം ഉണ്ടാവും. അതുകൂടാതെ തന്നെ ലിഫ്റ്റ് ഫെസിലിറ്റിയും വ്യവസായി വരുന്നവർക്ക് അതിൽ നടന്ന് സ്റ്റെയർ കേസ് കയറി പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിൽ ലിഫ്റ്റോട് കൂടിയ ഗസ്റ്റ് ഹൗസാണ് പണിതിരിക്കുന്നത്. ഇത് ഉദ്ഘാടനം വന്നിട്ട് ഈ 2026 വിഷുവിന് ശേഷം
അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഉദ്ഘാടനം ചെയ്ത് ഭക്തജനങ്ങൾക്ക് വരുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ മഹാഗണപതിയുടെ ഐശ്വര്യം ദിനംദിനം വർദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പെരുമ്പാവൂർ കൂവപ്പടി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാഗണപതി ക്ഷേത്രം സർവ്വ ഐശ്വര്യങ്ങളോടെ സർവ്വ പ്രൗഢിയോടെ ഇവിടെ നിലകൊള്ളുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരമാണ് ഈ മഹാഗണപതി ക്ഷേത്ര ദർശനം. ഈ മഹാഗണപതി ക്ഷേത്ര ദർശനത്തിന് നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂവപ്പടി ഗണപതി ഭഗവാന്റെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി